الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 164-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളുമാണ്. എന്നാൽ ദീനിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും പ്രവാചക വചനങ്ങളെ പരിഹസിക്കുവാനും അതിന് സ്ഥാനം കുറക്കുവാനുമാണ് പരിശ്രമിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം നമ്മെ വഹയി പ്രകാരം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, യൂഷിഖു റജുലു മുത്തക്കിയൻ അലാ അരീകതിഹി, ചില ആളുകൾ രംഗത്ത് വരാറാവും. അവർ തന്റെ ചാരു കസേരകളിൽ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അഥവാ സുഭിക്ഷമായി ജീവിക്കുന്ന, ദീനിനു വേണ്ടി ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നിട്ടില്ലാത്ത, സുഖലോലുപരായി കഴിയുന്ന ആളുകളായിരിക്കും അവർ എന്നർത്ഥം.
യുഹദ്ദസു ബിഹദീസിൻ മിൻ ഹദീസി, എന്റെ ഹദീസിൽപ്പെട്ട ഹദീസ് അവനോട് പറയപ്പെടും. അപ്പോൾ ഫയഖൂൽ, അവൻ പറയും, ബൈനനാ വബൈനകും കിതാബുല്ലാഹി അസ്സ വജല്ല, നമുക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ അല്ലാഹുവിന്റെ കിതാബ് മതി. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലൽനാഹു വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഹറംനാഹു. വിശുദ്ധ ഖുർആനിൽ ഹലാലായി പറഞ്ഞതിന് ഹലാലായി കാണാം, ഹറാമായി പറഞ്ഞതിന് ഹറാമായും കാണാം, അതിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ വരാറാകും എന്ന് നബി തങ്ങൾ പറഞ്ഞു. അലാ വഇന്നമാ ഹറമ റസൂലുള്ളാഹ് മിസ്ല മാ ഹറമല്ലാഹ്, അറിയണേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല ഹറാമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാരണം നബി തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ഹറാമാക്കുകയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ഹലാലാണെന്ന് പഠിപ്പിക്കുകയില്ല. റബ്ബിന്റെ വഹ്യ് പ്രകാരമല്ലാതെ അവിടുന്ന് മതകാര്യങ്ങൾ പറയുകയില്ല, പറഞ്ഞിട്ടില്ല. അതിനാൽ നബി തങ്ങൾ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഹറാമാണെന്ന് പറഞ്ഞാൽ അതേ സ്ഥാനമാണ് അതിനുള്ളത് എന്നാണ് നബി തങ്ങൾ ഈ ഹദീസിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇമാം ഇബ്നു മാജിം അബൂ ദാവൂദും എല്ലാം റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യയോഗ്യമായ ഹദീസാണിത്. ഇതിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ട് നബി തങ്ങൾ പറഞ്ഞ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ സമാനമായ ഒന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രവാചകന്റെ വചനങ്ങൾ. എന്നിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സുഭിക്ഷമായി ജീവിക്കുന്ന നിറഞ്ഞ വയറുമായി സോഫകളിൽ ചാരിയിരിക്കുന്ന അവസ്ഥയിൽ ചില ആളുകൾ വന്നുകൊണ്ട് പറയും അല്ലാഹുവിന്റെ കിതാബ് മതി, അതിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ലെന്ന് പറയുന്ന ആളുകൾ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രവാചക വചനങ്ങളെ, അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവമൊക്കെ അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദീനിന്റെ പ്രമാണങ്ങളിൽ അതിന് സ്ഥാനം നമുക്ക് ബോധ്യമാവും. വിശുദ്ധ ഖുർആനാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. ഒന്നാമത്തെ കാര്യം തർക്കമില്ല. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അതിന്റെ ആശയങ്ങളും എല്ലാം പടച്ച റബ്ബിൽ നിന്ന് പരിപൂർണമായും വഹ്യായി ലഭിച്ചതാണ്. ഒരക്ഷരം പോലും മാറ്റാൻ പ്രവാചകർക്ക് പോലും അതിൽ അവകാശം നൽകിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഒരക്ഷരം മൂല്യ 10 ഇരട്ടി പുണ്യം കിട്ടുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ഇത് ഹദീസുകളുടെ ആശയം അല്ലാഹു തആല വഹ്യായി നൽകുന്നതാണ്. വചനങ്ങൾ നബിയുടെ വചനങ്ങളുമാണ്. ഒരു വിഷയം വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് നിർദ്ദേശം നൽകും. ആ നിർദ്ദേശപ്രകാരം നബി തങ്ങൾ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഖുർആനും ഹദീസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഖുർആനിൽ വചനങ്ങൾ തന്നെ അപ്പടി വന്ന് ഓതിക്കൊടുക്കുന്നു, അത് കേട്ടുപഠിക്കുന്നു, അത് അതേപടി സഹാബിമാർക്ക് നബി തങ്ങൾ ഓതിക്കൊടുക്കുന്നു. ഒരു അക്ഷരം പോലും മാറ്റാൻ, ഒരു ഹർക്കത്ത് പോലും മാറ്റാൻ പ്രവാചകർക്ക് അവിടെ അവകാശമില്ല. ഹദീസാവട്ടെ അതിന് വചനങ്ങൾ നബിയുടേതാണ്, ആശയം വഹ്യായി ലഭിച്ചതുമാണ്. നബിയുടെ വക ആശയമുണ്ടാക്കി പറയാൻ അവകാശം അല്ലാഹു തആല നൽകിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും ഒന്നിച്ച് സ്വീകരിക്കുമ്പോഴാണ് ദീനിന്റെ ഏതു കാര്യം ഒരാൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ കഴിയുക. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അടക്കമുള്ള അടിസ്ഥാന കാര്യങ്ങളും ശഹാദത്ത് കലിമ അടക്കം സ്വീകരിക്കണമെങ്കിൽ ഹദീസ് മാറ്റിവെച്ച ഒരാളെ കൊണ്ട് അതൊന്നും സാധ്യമല്ല. ശഹാദത്ത് കലിമകൾ പോലും ഖുർആനിലല്ല പഠിപ്പിക്കപ്പെട്ടത്, ഹദീസിലാണത് വന്നത്. ഹദീസ് വേണ്ടെന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥ ഷഹാദത്ത് പോലും ഒഴിവാക്കേണ്ടി വരും. ദീൻ തന്നെ ആവശ്യമില്ല, ശരിയല്ലെന്ന ആശയത്തിലേക്ക് അയാൾ പിന്നീട് എത്തിച്ചേരുകയും ചെയ്യും. വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ 4 രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആനും ഹദീസുമായുള്ള അനുപാതം, അതിന്റെ ബന്ധമെന്നത് പ്രധാനമായും 4 രൂപത്തിലാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം അതേപോലെ ഹദീസിലും വരും. ഖുർആനിലുണ്ട്, അത് തന്നെ ഹദീസിലുമുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഉറപ്പ് കിട്ടി, ഒന്നുകൂടെ ബലം കൂടി എന്നർത്ഥം. ഖുർആനിൽ പറഞ്ഞാൽ തന്നെ സ്വീകാര്യമാണ്, പ്രമാണബദ്ധമാണ്, ജീവിതത്തിൽ അമൽ ചെയ്യേണ്ടതാണ്. എന്നാൽ ഒന്നുകൂടി അതിന്
ശക്തി കൂടുന്ന കാര്യം ഖുർആനിലുമുണ്ട് ഹദീസിലുമുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു വിശ്വസിക്കണം, ഖുർആൻ പറഞ്ഞു, ഹദീസും പറഞ്ഞു. പ്രവാചകന്മാരെ വിശ്വസിക്കണം, മലക്കുകളെ വിശ്വസിക്കണം, കിതാബിൽ വിശ്വസിക്കണം, യൗമുൽ ആഖിറിൽ വിശ്വസിക്കണം, ഖലാ ഖദറിൽ വിശ്വസിക്കണം. ഇതൊക്കെ ഖുർആനും പഠിപ്പിച്ചു, അതേപോലെ ഹദീസും പഠിപ്പിച്ചു. അപ്പൊ ഖുർആനിൽ വന്നൊരു കാര്യം അതേപടി ഹദീസിലും പറയുന്നു. അതാണ് ഒരു രീതിയിൽ വരിക. മറ്റൊന്ന്, ഖുർആനിൽ പൊതുവായി പറയും, അതിന്റെ വിശദാംശങ്ങളൊക്കെ ഹദീസിലാണ് വരിക. മൊത്തത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടാകും, എന്നാൽ ബാക്കി വിശദാംശങ്ങളൊക്കെ ഹദീസിലാണ് വരിക. ഉദാഹരണമായി നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു, പക്ഷേ എപ്പോൾ നിസ്കരിക്കണം, എത്ര നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, അതൊന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അടിസ്ഥാനം ഖുർആൻ പറഞ്ഞു, ബാക്കി വിശദാംശങ്ങൾ ഹദീസിലാണ് വന്നത്. ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം എന്ന ആ വ്യാഖ്യാനങ്ങളൊക്കെ ഹദീസ് കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭ്യമാവുക. ഹദീസ് വേണ്ടെന്ന് നമുക്ക് ഒരാളെ സംബന്ധിച്ച് പിന്നെ നിസ്കാരത്തിന് പ്രസക്തിയില്ല. നിസ്കരിക്കണമെന്ന് ഖുർആനിൽ ഉണ്ട്, എപ്പോൾ നിസ്കരിക്കണം വ്യക്തമായി നിൽക്കുന്നതിന് അതേപടി ഖുർആനിൽ മാത്രമേ ആൾക്ക് പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കില്ല ഹദീസ് മാറ്റിവെച്ചാൽ. നോമ്പെടുക്കാൻ ഖുർആൻ പറഞ്ഞു, ചില നിയമങ്ങൾ പറഞ്ഞു, ബാക്കി വിശദാംശങ്ങൾ ഹദീസിലാണ് വന്നത്. നോമ്പ് എപ്പോഴും ആരംഭിക്കണം, കൃത്യമായ സമയത്തിന്റെ ആ തുടക്കവും ഒടുക്കവും ഹദീസ് നിന്നാണ് വ്യക്തമായി കിട്ടും. ഖുർആൻ പറഞ്ഞത് രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കണം, രാത്രി വരെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. രാത്രി വരെ എന്ന് പറഞ്ഞാൽ രാത്രി ഏതു ഭാഗം വരെയാണ്? അർദ്ധരാത്രി വരെ എന്നാണോ, അതല്ല അതിനപ്പുറത്തേക്കാണോ എന്നൊന്നും ഖുർആൻ പറഞ്ഞില്ല. ഹദീസിലാണ് വന്നത്, സൂര്യാസ്തമയത്തോടു കൂടി മഗ്രിബോട് കൂടി നോമ്പ് അവസാനിച്ചു, രാത്രിയുടെ ആരംഭമാണ് ഉദ്ദേശമെന്ന് ഹദീസിൽ നിന്നാണ് വ്യക്തമായി കിട്ടുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഹദീസിലാണ് പഠിപ്പിക്കപ്പെട്ടത്. നോമ്പ് നോറ്റവൻ പാലിക്കേണ്ട മര്യാദകൾ ഹദീസിലാണ് പ്രധാനമായും പഠിപ്പിക്കപ്പെട്ടത്. ഹജ്ജ് ചെയ്യാൻ ഖുർആനിൽ കൽപ്പനയുണ്ട്. കഅബയിൽ ചെല്ലണമെന്ന് അല്ലാഹു തആല പറഞ്ഞു, അറഫ ഖുർആനിൽ പരിചയപ്പെടുത്തി. എന്നാൽ ബാക്കി ഹജ്ജിന്റെ വിശദാംശങ്ങളൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുക, എവിടുന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ, അതൊന്നും ഖുർആൻ പറഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജ് എന്നാണ്. ഏതാണ് ആ മാസങ്ങൾ ഖുർആൻ കൊണ്ട് വ്യക്തമല്ല. എന്നാൽ ഹദീസിലാണ് പറഞ്ഞത്, അത് ദുൽഖഅദയും ദുൽഹിജ്ജയും ഒക്കെ ഹജ്ജ് മാസങ്ങളായി പഠിപ്പിച്ചത്, ശവ്വാൽ മുതലുള്ള 3 മാസം ഹജ്ജ് മാസങ്ങളായി പഠിപ്പിച്ചത് ഹദീസിലാണ്. എവിടുന്ന് ഇഹ്റാം ചെയ്യണം, ഓരോ ഭാഗത്തു വരുന്ന ആളുകൾക്ക് പ്രത്യേകമായ മീഖാത്തുകൾ നബിതങ്ങളാണ് പഠിപ്പിച്ചത്. 5 മീഖാത്തിനെ നബിതങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹുന്ന ലഹുന്ന വലിമൻ അതാ അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന. ഈ 5 മീഖാത്തുകൾ ആ നാട്ടുകാർക്കുള്ളതാണ്. അതേപോലെ നാട്ടുകാരല്ലാത്തവർ ആ വഴിക്ക് കടന്നു വരുന്നുവെങ്കിൽ അവർക്കുമുള്ളതാണ്. നമ്മളൊക്കെ സാധാരണ മീഖാത്തായി സ്വീകരിക്കുക യലംലമാണ്, ജിദ്ദയുടെ അല്പം മുമ്പുള്ള ഭാഗം. അത് യമനുകാരുടെ മീഖാത്തായിട്ട് ഹദീസ് വന്നത് യമനുകാർക്ക് യലംലം. പക്ഷെ യമനുകാർക്ക് മാത്രമല്ല, യമൻകാർക്കും ആ ദിശയിൽ നിന്ന് വരുന്നവർക്കും എന്ന് പറഞ്ഞതുകൂടിയാണ് നമ്മളൊക്കെ അത് ഉൾപ്പെടുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഹദീസ് മാറ്റിവെച്ചാൽ ഒരിക്കലും സ്വീകാര്യമല്ല. സക്കാത്തിന്റെ കാര്യം ഖുർആൻ പറഞ്ഞു, സക്കാത്ത് നൽകണമെന്ന് പറഞ്ഞു. ആർക്കെല്ലാം നൽകണം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. എന്തിനെല്ലാം നൽകണം വിശദാംശങ്ങൾ ഖുർആനിലില്ല. എപ്പോൾ നൽകണം ഖുർആനിൽ വിശദാംശങ്ങളില്ല. എത്ര ശതമാനം നൽകണം ഖുർആനിൽ വിശദാംശങ്ങളില്ല. അതൊക്കെ ഹദീസിലാണ് പഠിപ്പിച്ചത്. വെള്ളം മരിച്ചാൽ ആ മയ്യിത്ത് എന്തു ചെയ്യണം, മയ്യിത്ത് കുളിപ്പിക്കണോ, കഫൻ ചെയ്യണോ, നിസ്കരിക്കണോ, മറമാടണോ, ഒന്നും ഖുർആനിൽ പരാമർശങ്ങളില്ല. ഹദീസിലാണ് പഠിപ്പിക്കപ്പെട്ടത്. നിക്കാഹുമായി ബന്ധപ്പെട്ട് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ആരാണ് ചെയ്തു കൊടുക്കുന്നത്? വലിയാരാണ്. അതേപോലെ എന്തൊക്കെയാണ് അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അതൊന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ തുടങ്ങി ഏതു രംഗത്തേക്ക് എടുത്താലും വിശുദ്ധ ഖുർആനിൽ പൊതുവായി പറയും, എന്ന വിശദാംശങ്ങളെല്ലാം ഹദീസിലാണ് വരിക. അത് രണ്ടാമത്തെ രീതി. മൂന്നാമത്, ഖുർആനിൽ ഒരു കാര്യം മൊത്തത്തിൽ പറയുന്നു, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഹദീസാണ് പിന്നെ ഒന്നുകൂടെ അതിനെ വ്യക്തമാക്കി പ്രത്യേകമാക്കി തരിക. ഖുർആനിൽ ഒന്നിച്ചായിരിക്കും പറയുന്നത്, പക്ഷെ ആ ഒന്നിച്ച് മുഴുവൻ ഉദ്ദേശമല്ലെന്നും അതിന്റെ ഇന്ന ഭാഗങ്ങളെ ഉദ്ദേശമുള്ളൂവെന്നും ഹദീസിൽ നിന്നാണ് മനസ്സിലാക്കുക. ഉദാഹരണമായി, ഹുർരിമത് അലൈക്കുമുൽ മൈത്ത, ശവം നിങ്ങൾക്ക് ഹറാമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. ഏത് ശവം എന്ന് പറഞ്ഞില്ല. അഥവാ ഏത് ശവവും ഹറാമാണ് എന്നർത്ഥം. ഖുർആന്റെ പ്രത്യക്ഷമായ ആയത്ത് പ്രകാരം, സൂറത്ത് മാഇദയിലെ വചനപ്രകാരം, ഹുർരിമത് അലൈക്കുമുൽ മൈത്തതു, ശവമെല്ലാം ഹറാമാണ്. ചത്ത ഒരു വസ്തുവും തിന്നാൻ പറ്റില്ല, എല്ലാം ഹറാമാണ് ഖുർആന്റെ പ്രകാരം. എന്നാൽ ഹദീസിനാണ് മനസ്സിലായത്, ഇത് എല്ലാ ശവത്തിനും ബാധകമല്ല. മത്സ്യം ചത്താലും
കഴിക്കാം. നബി തങ്ങൾ പറഞ്ഞു, 2 ശവം ഹലാലാണ്. അതിൽപ്പെട്ട ഒന്നാണ് മത്സ്യം, മറ്റൊന്ന് ജറാദ്, വെട്ടുകിളി. ഇത് രണ്ടും ചത്താലും ഭക്ഷിക്കാവുന്നതാണ് എന്ന് ഹദീസ് കൊണ്ട് വ്യക്തമായി. അപ്പോൾ ശവം ഹറാമാകുന്നു എന്ന് പറഞ്ഞാൽ മത്സ്യമല്ലാത്ത, ജറാദല്ലാത്ത ശവത്തിനെ കുറിച്ച് മാത്രമാണ് അതിന്റെ ഉദ്ദേശമെന്ന് ഈ ഹദീസ് ചേർത്തി വെക്കുമ്പോഴാണ് മനസ്സിലാവുക. ഹദീസ് മാറ്റിവെക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചത്ത മത്സ്യം കഴിക്കാൻ നിർവാഹമില്ല. കാരണം ഹദീസ് കൊണ്ടാണ് അത് ലഭിക്കുക. ഖുർആൻ മാത്രം എടുത്താൽ പിന്നെ അത് കഴിക്കാമെന്ന് എന്താണ് ന്യായം ഉണ്ടാവുക? ഇങ്ങനെ ഖുർആനിൽ മൊത്തത്തിൽ പറയുന്നു. അതിനെ ഒന്നുകൂടെ പ്രത്യേകമാക്കി ഹദീസ് അതിനെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. 4-മതൊന്നുള്ളത് ഖുർആനിൽ പറയാത്തൊരു കാര്യം ഹദീസിൽ പറയും. അത്തരം വിഷയമേ ഖുർആനിലില്ല. ഹദീസിൽ മാത്രമായി പഠിപ്പിക്കപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട്. ഉദാഹരണമായി ഒരു സ്ത്രീയെയും അവരുടെ സഹോദരിയെയും ഒന്നിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ബൈനൽ ഉഖ്തൈൻ, 2 സഹോദരിമാരെ ഒരേ സമയം ഒരാൾ വിവാഹം കഴിക്കുക അത് പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു. എന്നാൽ ഒരു സ്ത്രീയെയും അവളുടെ മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയെയും ഒക്കെ വിവാഹം കഴിക്കാമോ? ഇല്ലേ. ഒരു പെണ്ണും അവളുടെ എളാമയും ഒരു പെണ്ണും അവളുടെ അമ്മായിയും, ആ 2 പേരെയും ഒരാൾക്ക് ഒരേ സമയം ഭാര്യമാരാക്കി വെക്കാൻ പറ്റുമോ? ഇല്ലേ. ഹദീസിലാണ് പറഞ്ഞത്, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഹദീസ് കൊണ്ടാണ് ലഭിച്ചത് അങ്ങനെ പാടില്ല എന്നും. കാരണം മാതൃ സഹോദരി മാതാവിന്റെ സ്ഥാനത്താണ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മയുടെ സഹോദരി എളാമ മുത്തമ്മ ഉമ്മയുടെ സ്ഥാനത്താണ് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ അവളുടെ ഉമ്മയുടെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ ത്വലാഖ് ചെല്ലിയാലോ? പറ്റും. ത്വലാഖ് ചെല്ലിയാൽ അവളുടെ മാതൃ സഹോദരിയെ കല്യാണം കഴിക്കാം, പിതൃ സഹോദരിയെ കല്യാണം കഴിക്കാം. ഒരു ഭാര്യ മരിച്ചാൽ അവളുടെ ഉമ്മാനെ അനിയത്തെ കെട്ടാം, അവളുടെ ഉമ്മാനെ കെട്ടാൻ പറ്റൂല. എന്നാൽ ഈ നിയമം ഹദീസിനെ മനസ്സിലാവുള്ളൂ, ഖുർആനെ കാര്യം പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ തുടങ്ങിയ ഖുർആനിൽ പറയാത്ത വിഷയങ്ങൾ ഹദീസിൽ വരും. ഈ 4 രൂപത്തിലാണ് ഖുർആനും ഹദീസും തമ്മിലുള്ള ബന്ധങ്ങളെ. അതുകൊണ്ട് ഒരിക്കലും ഇത് വേർപിരിക്കാവതല്ല. ഹദീസല്ലേ ഉള്ളൂ, ഖുർആനുണ്ടോ എന്ന ചോദ്യം പോലും ന്യായമല്ല എന്നർത്ഥം. ഖുർആനിൽ വന്നാലും സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നാലും വിശ്വാസിക്ക് അത് ഒരുപോലെ പ്രമാണമാണ്. പ്രമാണമാവുക എന്ന വിഷയത്തിൽ അത് രണ്ടും വ്യത്യാസമില്ല. സ്ഥാനത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുർആനാണ് 1-ാം സ്ഥാനം, ഹദീസ് 2-ാം സ്ഥാനത്താണ്. എന്നാൽ പ്രമാണമാവുക എന്ന കാര്യത്തിൽ ഖുർആനും ഹദീസും പോലെയാണ്. ജുമുഅക്ക് ഖുതുബ വേണോ വേണ്ടേ? ഖുർആനിൽ കിട്ടൂല, ഹദീസിലാണ് വരിക. നബി തങ്ങൾ ഖുതുബ നിർവഹിച്ചതും ആ ഖുതുബ നബി തങ്ങൾ പാലിച്ചതും ഒക്കെ ഹദീസിലാണ് സ്ഥിരപ്പെട്ടു വന്നത്. ജുമുഅ നിസ്കാരം പോലും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ആകെ പറഞ്ഞത് ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്നാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്നൊരു ആയത്ത് പ്രയോഗമാണ് ഖുർആനിൽ വന്നത്. ആ ജുമുഅ നിസ്കാരമാണോ? ആ നിസ്കാരമാണെങ്കിൽ എപ്പോഴാണ്? സമയം എന്താണ്? അത് ളുഹർ ഉണ്ടോ ഇല്ലേ? ളുഹറിന് പകരമാണോ ജുമുഅ? അതല്ല ളുഹറും ജുമുഅയും വേണോ? ഇതൊന്നും ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. എല്ലാം ഹദീസിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ പ്രമാണമല്ലെന്ന് പറയുന്ന ആളുകൾ, ഹദീസുകൾ അങ്ങനെയൊന്നും സ്വീകരിക്കേണ്ടതില്ലെന്ന് പറയുന്നവർ, ഹദീസിന്റെ മഹത്വത്തെ കുറച്ചു കാണിക്കുന്ന ആളുകൾ മൊത്തത്തിൽ ഖുർആനെ തന്നെ നിരാകരിക്കുന്നതിലേക്കാണ് അത് എത്തിച്ചേരുക. ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വീകരിക്കാൻ ആളുകൾക്ക് പ്രയാസമായിരിക്കാം എന്നതുകൊണ്ട് ഹദീസ് ശരിയല്ല, ഹദീസ് അത്ര വലിയ കാര്യമല്ല എന്നതാണ് ആദ്യമായി പറഞ്ഞു വെക്കുക. അത് പിന്നീട് ഖുർആൻ കൂടി നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്നത് നാം ഗൗരവമായി കാണുക. അതിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അസ്സുന്നത്തു സഫിയത്തു നൂഹിൻ ഫമൻ റകിബഹാ ഫഖദ് നജാ വമൻ തഖല്ലഫ അൻഹാ ഫഖദ് ഹലക. സുന്നത്ത് എന്ന് പറഞ്ഞാൽ സഫിയത്തു നൂഹിൻ, നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എന്നാണ്. നൂഹ് നബിയുടെ കപ്പലാണ് നബി തങ്ങളുടെ സുന്നത്ത്. അതിൽ കയറിയാൽ രക്ഷപ്പെടാം, കയറാതെ മാറി നിന്നാൽ അവൻ നശിച്ചു തന്നെ എന്നാണ്. നൂഹ് നബിയുടെ കപ്പലിന്റെ പ്രത്യേകത, തൗഹീദുള്ള ഏതൊരാളും അതിൽ കയറിയേ പറ്റൂ. അതിൽ കയറണമെങ്കിലോ തൗഹീദ് ഉണ്ടാവുകയും വേണം. തൗഹീദില്ലാത്ത, നൂഹ് നബിയെ വിശ്വസിക്കാത്ത ഒരാൾക്ക് കപ്പലിൽ കയറാൻ കഴിയുമോ? ഇല്ല. എന്നാൽ നൂഹ് നബിയെ വിശ്വസിച്ചു, മുഅ്മിനായി കപ്പലിൽ കയറാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാലോ അവൻ നശിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഹദീസ്. ഖുർആൻ സ്വീകരിക്കണമോ? ഹദീസ് വേണം. ഹദീസ് സ്വീകരിക്കാതെ ഖുർആൻ സ്വീകരിക്കാൻ കഴിയില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഖുർആൻ ഒരു കെട്ടിടമാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് കയറാനുള്ള കോണിയാണ് ഹദീസ് എന്നാണ്. മുകളിലേക്ക് കയറണമെങ്കിൽ കോണി ആവശ്യമുണ്ട്. കോണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ കയറാൻ
കയറാനും ഇറങ്ങാനും കഴിയില്ല. അഥവാ ഖുർആനാകുന്ന മച്ചിലേക്ക്, ഖുർആനാകുന്ന മേൽക്കുരയിലേക്ക് കയറാനുള്ള കോണിയാണ് ഹദീസ് എന്നാണ്. ആ ഹദീസ് മാറ്റിവെച്ചാൽ പിന്നെ ഖുർആൻ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഖുർആന്റെ ഒരു വചനം പോലും പാരായണം ചെയ്യാൻ പോലും അയാളെ കൊണ്ട് സാധ്യമല്ല. നബി ഞങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയത് ഇഖ്റ ബിസ്മിയാണ്. മുസ്തഫ് മറിച്ചാൽ ആദ്യമായി കാണുക ഫാത്തിഹ സൂറത്താണ്. അപ്പൊ എന്റെ ഫാത്തിഹ ആദ്യം വന്നു, പിന്നീട് ബഖറയാണ്. ബഖറ മദീനയിൽ വെച്ചിറങ്ങിയ സൂറത്താണ്. എന്തിനിങ്ങനെ ഈ ഓർഡറായി? ഹദീസ് എടുക്കാത്ത ഒരാൾക്ക് ഈ മുസ്തഫ് പോലും സ്വീകരിക്കാൻ നിർവാഹമില്ല എന്നർത്ഥം. ആദ്യം ഫാത്തിഹ വന്നത് എങ്ങനെ? ഹദീസ് എന്നാണ് മനസ്സിലാവുക. പിന്നീട് ബഖറ വന്നത് എങ്ങനെ? ഹദീസ് എന്നാണ് മനസ്സിലാവുക. ഇങ്ങനെ ഈ ആയത്ത് ഒന്നിച്ച് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വഹയായി ഇറക്കിയതല്ലല്ലോ. സൂറത്തുൽ ബഖറ ഒന്നിച്ച് കംപ്ലീറ്റ് ഒരേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓതി കൊടുത്തതല്ല. പല ആയത്തുകൾ പലപ്പോഴായി വരും. ഒരായത്ത്, രണ്ടായത്ത്, മൂന്നായത്ത്, ഇങ്ങനെയൊക്കെയാണ് വഹയി വരിക. ഓരോ ആയത്ത് വരുമ്പോഴും നബി തങ്ങൾ സ്വഹാബിമാരോട് പറയും, അത് ഇന്ന ആയത്തിന് ശേഷം, ഇന്ന ആയത്തിന് മുമ്പാണ് അത് വെക്കേണ്ടത് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ന സൂറത്തിന് ശേഷമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഈ തർത്തീബ് ഉണ്ടായത്. അല്ലാതെ നബിയുടെ വക സ്വന്തമായി ഉണ്ടാക്കിയതല്ല. അതും വഹ്യു പ്രകാരം മാത്രമാണ്. ഹദീസ് വേണ്ടെന്ന് വെക്കുന്ന ഒരാൾക്ക് ഈ മുസ്ഹഫ് പോലും അല്ലാഹുവിന്റെ കിതാബായി സ്വീകരിക്കാൻ നിർവാഹമില്ലെന്നർത്ഥം. ഒരാൾ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, എനിക്ക് മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുക, ഇസ്ലാം സ്വീകരിക്കാൻ പറയുക. പക്ഷെ ഈ ഷഹാദത്ത് കലിമ പോലും ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. ഹദീസിൽ നിന്നാണ് മനസ്സിലാകുന്നത്. നബി തങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് അത് ബോധ്യമാകുന്നത്. അത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരാൾ മുസ്ലിം ആകാൻ ആഗ്രഹിച്ചാൽ എങ്ങനെ ഇസ്ലാമെ കടന്നു വരിക? എന്താ മാർഗം പറഞ്ഞു കൊടുക്കുക? അതിന് പോലും ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് സംരക്ഷണം എന്നത് ഈ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നിഷേധ പ്രവണതകൾ, പരിഹാസങ്ങൾ, ഹദീസിന്റെ വില കുറയ്ക്കുന്ന സംസാരങ്ങൾ വ്യാപകമായി കടന്നു വരുമ്പോൾ ഹദീസുകൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് കൂടി വരുന്നു എന്ന് നാം തിരിച്ചറിയുകയും ആ രംഗത്ത് നമ്മൾ പഠിക്കുകയും അമലാക്കി മാറ്റുകയും ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വഹാബിമാർ മുതലുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാരൊക്കെ വലിയ പ്രാധാന്യത്തിലാണ് പ്രവാചകാധ്യാപനങ്ങളെ, ഹദീസുകളെ അവരെല്ലാം കണ്ടത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു സംഭവം കാണാം. അദ്ദേഹം പറഞ്ഞു, എന്നോട് അബൂ ഹനീഫ ഇബ്നു സമ്മാക്ക് പറഞ്ഞു, ഇബ്നു അബീ ദിഅ്ബ് മുഖ്രിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, സ്വഹീഹുൽ കഅബയിൽ നിന്ന്. നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ശുഐബുൽ കഅബി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രവാചക വചനം കേട്ടപ്പോൾ അബൂ ഹനീഫ ഇബ്നു സമ്മാക്ക് പറയാണ്, ഖുൽതു ലി ഇബ്നു അബീ ദിഅ്ബ് അതഖുദു ബിഹാദാ യാ അബുൽ ഹാരിസ്. അബുൽ ഹാരിസ്, ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ അബുൽ ഹാരിസിനോട് ചോദിച്ചു. ഫളറബ സദ്രി വസാഹ അലയ്യ സിയാഹൻ കസീറ. ഈ ചോദ്യം ചോദിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ മട്ടുമാറി, മുഖഭാവം മാറി. അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെട്ടു. അദ്ദേഹം എന്നെ നെഞ്ചത്തിങ്ങനെ കൊട്ടിക്കൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ നിങ്ങൾ ചോദിക്കുകയോ? എന്ത് ചോദ്യമാണിത്? നബി തങ്ങൾ പറഞ്ഞാൽ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏതാ ഞാൻ സ്വീകരിക്കുക? ഇങ്ങനെ ചോദ്യം ഉന്നയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനത് സ്വീകരിക്കും എന്ന് മാത്രമല്ല, അതാണ് എനിക്ക് ഫർളായ കാര്യം.
നബി തങ്ങളുടെ ഹദീസുകൾ കേട്ട ഏതൊരാൾക്കും ഫർളായ കാര്യമാണ് നബി തങ്ങളെ പഠിപ്പിച്ചത് സ്വീകരിക്കുക എന്നത്. കാരണം ഇന്നല്ലാഹ ഇഖ്താറ മുഹമ്മദൻ മിനൻ നാസി ഫഹദാഹും ബിഹി വഅലാ യദൈഹി. അല്ലാഹു തആല ജനങ്ങളിൽ നിന്ന് മുഹമ്മദ് നബിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ നബി തങ്ങൾ മുഖേന ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. വഖ്താറ ലഹും മഖ്താറ ലഹു വഅലാ ലിസാനിഹി. അവർക്ക് അല്ലാഹു തആല എന്തൊക്കെയാണോ നിയമങ്ങളായി തിരഞ്ഞെടുത്തത് അതെല്ലാം നബിയുടെ നാവിലൂടെയാണ് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സൃഷ്ടികൾക്ക് നിർബന്ധമാണ് ആ നബി തങ്ങൾക്ക് അനുസരണയോടുകൂടി വിധേയപ്പെട്ടു വരിക എന്നത് എല്ലാവർക്കും കടമയുള്ള കാര്യമാണ്. അതിന് പുറത്തു പോകാൻ യാതൊരു മാർഗവുമില്ല. ഒരു മുസ്ലിമിനും പിന്നെ അത് വേണ്ടെന്ന് വെക്കാൻ അപ്പുറം പോകാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ ധാരാളമായി ഉപദേശിച്ചു. എന്നോട് ശക്തമായി ദേഷ്യപ്പെട്ടു. എന്റെ നെഞ്ചത്ത് അദ്ദേഹം കൊട്ടി. ഈ ചോദ്യം അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എനിക്ക് ധാരാളമായി ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു തന്നു. അവസാനം അബൂ ഹനീഫത്ത് ബിൻ സമ്മാക്ക് പറയാണ്, എനിക്ക് തോന്നിപ്പോയി അദ്ദേഹം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ചോദിക്കേണ്ടില്ലായിരുന്നു, ഈ ചോദ്യം ഞാൻ ഉന്നയിക്കേണ്ടില്ലായിരുന്നുവെന്ന് തോന്നുമാറ് അത്ര ഗൗരവത്തിലാണ് എന്നോട് അദ്ദേഹം ഉപദേശമായി നൽകിയത് എന്നാണ് ഇവിടെ ഇബ്നു അബീ ദിഅ്ബിന്റെ ഈ ഒരു സംസാരത്തെ കുറിച്ച് അബൂ ഹനീഫത്ത് ബിൻ സമ്മാക്ക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ റദ്ദ ഹദീസൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ അലാ ശഫാ ഹലകത്തിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഒരാൾ ഒഴിവാക്കിയാൽ, മാറ്റിവെച്ചാൽ, തള്ളിക്കളഞ്ഞാൽ അവൻ നാശത്തിന്റെ വക്കീലാകുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹയുടെ അധ്യാപനമാണ്. സമാനമായി ധാരാളം കാണാം. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അഹ്ലുസുന്ന വലിയ പണ്ഡിതനാണ്. അഖീദ പഠിപ്പിക്കാൻ, വിശ്വാസം പഠിപ്പിക്കാൻ അസ്സുന്ന എന്ന പേരിൽ 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് കിതാബ് എഴുതിയ മഹാമനുഷ്യനാണ് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഇദാ സമീഅത റജുല യത്അനു ഫിൽ ആസാരി ഔ യുരീദുൽ ആസാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ലക്ഷ്യം വെക്കുന്ന, അതിനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ നീ കണ്ടാൽ ഫത്തഹിംഹു അലൽ ഇസ്ലാം, അവന്റെ ഇസ്ലാമിനെ നീ സംശയിച്ചോളാം. അവൻ എങ്ങനെ മുസ്ലിമാകും? അവന്റെ ഇസ്ലാമിനെ നീ സംശയിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ ഒരാൾ ചെറുതാക്കുന്നുവെങ്കിൽ, അതിനെ ആക്ഷേപിക്കാൻ ലക്ഷ്യമാക്കുന്നുവെങ്കിൽ അയാളുടെ ഇസ്ലാമിനെ നീ സംശയിക്കണമെന്നാണ് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മുൻഗാമികൾ വലിയ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങളെ കണ്ടത്. അതുകൊണ്ടാണ് അക്കാലത്ത് ഹദീസ് നിഷേധ പ്രവണതകൾ രംഗത്ത് വന്നപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ ജീവിതം തന്നെ ഇതിനുവേണ്ടി മാറ്റിവെച്ച് ആയിരക്കണക്കായ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ഹദീസുകൾ അവർ ശേഖരിക്കുകയും ക്രോഡീകരിക്കുകയും ഇനി പിൽക്കാലക്കാർക്ക് നിഷേധിക്കാൻ ഒരു വകുപ്പില്ലാത്ത വിധം അതെല്ലാം കിതാബുകളായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം നിഷേധ പ്രവണതകളുടെ ഗൗരവം നാം തിരിച്ചറിയുകയും ഹദീസുകളെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ ഹദീസുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ശരിയായ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.